ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററി സിസ്റ്റം പറഞ്ഞു. അതേപോലെ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു. ദെൻ നമ്മൾ അതിൻ്റെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് കെ ആൻഡ് ഒമേഗ 0 ദർ ആർ 3 കേസസ് എന്ന് പറഞ്ഞു. ആൻഡ് നമ്മൾ ഫസ്റ്റ് കേസ് ആയിട്ടുള്ള ഓവർ ഡാംപ്ഡ് ഡിസ്കസ് ചെയ്തു അല്ലേ. ഓവർ ഡാംപ്ഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇഫ് കെ ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ 0 ആവുമ്പോഴാണ് ദാറ്റ് ഓസിലേറ്ററി സിസ്റ്റം ഓവർ ഡാംപ്ഡ് ആവുക എന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിന് എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഇസ് എ നോൺ ഓസിലേറ്ററി മോഷൻ ആൻഡ് ഇറ്റ് വിൽ പെട്ടെന്ന് തന്നെ എന്താകും, നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് പെട്ടെന്ന് തന്നെ എത്തും എന്ന് പറഞ്ഞു. ഒറ്റയടിക്ക് ഇങ്ങോട്ട് എത്തുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കുറേ പേര് ഡൗട്ട് ചോദിച്ചിരുന്നു എന്താണ് നോൺ ഓസിലേറ്ററി മോഷൻ എന്ന്. നോൺ ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മൾ മലയാളത്തിൽ ആടുക എന്ന് പറയൂലേ. ഓക്കെ, ആടുക എന്ന് പറയൂലേ, ആടുക എന്നുള്ളതാണ് ഓസിലേറ്ററി മോഷൻ. ഓക്കെ, ആട് ഇങ്ങനെ കുറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്ത് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് വരും അല്ലേ. ദെൻ അവസാനം ഫൈനലി സ്റ്റോപ്പ് ആകും. അതിനാണല്ലോ നമ്മൾ ആടുക എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓസിലേറ്ററി മോഷൻ. പക്ഷേ നോൺ ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനത്തെ മോഷൻ ഒന്നും ഇല്ലാതെ ഒറ്റയടിക്ക് വന്നിട്ട് ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ നോൺ ഓസിലേറ്ററി മോഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഓവർ ഡാംപ്ഡ് ഒരു നോൺ ഓസിലേറ്ററി മോഷൻ ആയിരുന്നു. ഓക്കെ, ദെൻ സെക്കൻഡ് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിട്ടിക്കലി ഡാംപ്ഡ് ഓസിലേഷൻ ആണ്. ക്രിട്ടിക്കലി ഡാംപ്ഡ് ഓസിലേഷൻ എന്തായിരുന്നു? ക്രിട്ടിക്കലി ഡാംപ്ഡ് ഓസിലേഷൻ്റെ കണ്ടീഷൻ ഇഫ് കെ ഈക്വൽ ടു ഒമേഗ 0 ദാറ്റ് ഈസ് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റും നാച്ചുറൽ ആംഗുലാർ ഫ്രീക്വൻസിയും ഈക്വൽ ആകുമ്പോൾ ആ കണ്ടീഷനെയാണ് നമ്മൾ ക്രിട്ടിക്കലി ഡാംപ്ഡ് ഓസിലേറ്ററി സിസ്റ്റം എന്ന് പറയാം അല്ലേ. അതാണ് നമ്മുടെ ക്രിട്ടിക്കലി ഡാംപ്ഡ് ഓസിലേറ്ററി സിസ്റ്റം. ഇനി ക്രിട്ടിക്കലി ഡാംപ്ഡ് ഓസിലേറ്ററി സിസ്റ്റത്തിൽ എന്താണ് സംഭവിക്കുക ഡിസ്പ്ലേസ്മെൻറ്റിന് എന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇഫ് കെ ഈക്വൽ ടു ഒമേഗ 0 ആണെന്നുണ്ടെങ്കിൽ, കെ ഈക്വൽ ടു ഒമേഗ 0 ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കുമല്ലോ. കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ 0 ആയിരിക്കുമല്ലോ. ദെൻ നമ്മുടെ സൊല്യൂഷൻ എന്തായിരുന്നു? ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു a1 ഇൻറ്റു ഇ റേസ് ടു റൂട്ട് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി പ്ലസ് a2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് റൂട്ട് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി. അതായിരുന്നു നമ്മുടെ സൊല്യൂഷൻ അല്ലേ. അവിടെ നമ്മൾ എന്ത് കൊടുക്കുക? റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എങ്ങനെ വരും? ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു a1 ഇൻറ്റു ഇ റേസ് ടു 0 എന്ന് വരും അല്ലേ. മേലെ 0 അല്ലേ വരിക. പ്ലസ് a2 ഇൻറ്റു ഈയുടെ മേലെ എന്താ വരിക? വീണ്ടും 0 വരും. ഇ റേസ് ടു 0 എന്ന് വരുമല്ലോ. ഇതിന് എന്ത് സാധനം റേസ് ടു 0 ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ വാല്യൂ എന്താ? 1 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇ റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പം അതിന് പകരം നമുക്ക് എന്ത് കിട്ടും? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു a1 പ്ലസ് a2 എന്ന് കിട്ടും. അതെന്തുകൊണ്ടാണ് കിട്ടിയേ? ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടി? ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു a1 പ്ലസ് a2 എന്ന് കിട്ടിയോ? This is the equation of displacement of a critical damped oscillatory system. X is equal to e raised to minus kt into a1 plus a2. ഓക്കെ, അത് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഈയുടെ മേലെ നെഗറ്റീവ് ആണല്ലേ അല്ലേ. ഈയുടെ മേലെ നെഗറ്റീവ് അല്ല, ഇ റേസ് ടു മൈനസ് കെ ടി ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ഓൾസോ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ്. അത് എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആയിട്ടുള്ള ഫങ്ഷൻ തന്നെയായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് എ നോൺ ഓസിലേറ്ററി മോഷൻ അല്ലേ. അതൊരു നോൺ ഓസിലേറ്ററി മോഷൻ ആയിരിക്കും ആണല്ലോ. എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആണ്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് അത് ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്താണ് ചെയ്യുക. അതുകൊണ്ട് നോൺ ഓസിലേറ്ററി മോഷൻ ആയിരിക്കും. അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഒന്ന് നോക്കിയേ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഓവർ ഡാംപ്ഡ് കേസ് പറഞ്ഞ പോലെ തന്നെയാണ് ക്രിട്ടിക്കലി ഡാംപ്ഡിൻ്റെ ഗ്രാഫും വരിക. പക്ഷെ ക്രിട്ടിക്കലി ഡാംപ്ഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അടുത്തൊക്കെയായിരിക്കും. എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും കുറച്ചും കൂടി അടുത്തോട്ടായിട്ടാണ് ക്രിട്ടിക്കലി ഡാംപ്ഡ് വരിക.
ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാക്കണം. ഓവർ ഡാംപ്ഡ് കുറച്ച് മേലെയാണ്, ആ ഗ്രീനിൽ വരച്ചേക്കുന്നതാണ് ഓവർ ഡാംപ്ഡ് ആൻഡ് റെഡിൽ വരച്ചേക്കുന്നതാണ് ക്രിട്ടിക്കലി ഡാംപ്ഡ്. ഓക്കെ, റെഡിൽ വരച്ചേക്കുന്നത് ക്രിട്ടിക്കലി ഡാംപ്ഡ്, ദെൻ ഗ്രീനിൽ വരച്ചേക്കുന്നത് ഓവർ ഡാംപ്ഡ്. ഓക്കെ, അപ്പോൾ ഓവർ ഡാംപ്ഡും ക്രിട്ടിക്കലി ഡാംപ്ഡും എന്താണെന്ന് മനസ്സിലായല്ലോ. ദെൻ ഓവർ ഡാംപ്ഡ് വരയ്ക്കുമ്പോൾ ഓവർ ഡാംപ്ഡ് ക്രിട്ടിക്കലി ഡാംപ്ഡിൻ്റെ കുറച്ച് മേലെ ആയിട്ടാണ് വരിക. ഓക്കെ, ദെൻ നമ്മളിനി തേർഡ് കേസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് അണ്ടർ ഡാംപ്ഡ് ഓസിലേറ്ററി സിസ്റ്റം. ഓക്കെ, അണ്ടർ ഡാംപ്ഡ് ഓസിലേറ്ററി സിസ്റ്റം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. വാട്ട് ഈസ് ദാറ്റ് കണ്ടീഷൻ? എന്തായിരുന്നു അതിൻ്റെ കണ്ടീഷൻ? കെ ലെസ് ദാൻ ഒമേഗ 0 അല്ലേ? ഒമേഗ 0നേക്കാളും ചെറുതാണ് കെയുടെ വാല്യൂ, ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ. സോ വി ക്യാൻ സേ ദാറ്റ് അണ്ടർ ഡാംപ്ഡ് കേസ് ഓസിലേറ്ററി സിസ്റ്റമാണ് ദാറ്റ് ഓസിലേറ്ററി സിസ്റ്റം എന്ന് പറയാൻ പറ്റും അല്ലേ? ഇനി നമ്മൾ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാൻ പോവാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിന് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. സോ നോക്കിയേ, ഇഫ് കെ ലെസ് ദാൻ ഒമേഗ 0 ആണെന്നുണ്ടെങ്കിൽ, കെ ഒമേഗ 0നേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ വിൽ ബി നെഗറ്റീവ് ആയിരിക്കും അല്ലേ? കെന്ന് മൈനസ് ഒമേഗ, കെ സ്ക്വയറിന്ന് മൈനസ് ഒമേഗ 0 സ്ക്വയർ സബ്ട്രാക്ട് ചെയ്താലേ നമുക്ക് നെഗറ്റീവ് വാല്യൂ അല്ലേ കിട്ടുക. സോ നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ വിൽ ബി നെഗറ്റീവ്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയറിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. ഓക്കെ, കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയറിന് നമ്മളൊരു മൈനസ് പുറത്തെടുക്കണം റൂട്ടിൻ്റെ ഉള്ളിൽ. സോ വി വിൽ ഗെറ്റ് റൂട്ട് ഓഫ് -1 ഇൻറ്റു, നമുക്ക് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയറിന് മൈനസ് പോയാൽ ബാക്കി എന്താ ഉണ്ടാവുക അവിടെ? ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്നുണ്ടാവും അല്ലേ? അല്ലേ അല്ലേ അതിനൊരു മൈനസ് എടുത്താൽ ബാക്കി നമുക്ക് തിരിഞ്ഞു വരൂലേ? കെയുടെ സൈന് മൈനസും ആകും, കെ സ്ക്വയറിൻ്റെ സൈന് മൈനസും ആകും, ഒമേഗ 0 സ്ക്വയറിൻ്റെ സൈന് പോസിറ്റീവ് ആവും അല്ലേ? സോ വി ക്യാൻ റൈറ്റ് റൂട്ട് ഓഫ് -1 ഇൻറ്റു ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലേ? ദെൻ നമ്മൾ റൂട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. റൂട്ട് ഓഫ് -1 ഇൻറ്റു റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, റൂട്ട് -1 എന്താണെന്ന് നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? റൂട്ട് -1 എന്തായിരുന്നു? ഐ ആയിരുന്നു അല്ലേ? ഇമാജിനറി നമ്പർ ആയിരുന്നു. സോ വി ക്യാൻ റൈറ്റ് ഐ ഇൻറ്റു, ഇനി റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്നുള്ളതിനെ നമ്മൾ ഈക്വൽ ടു ഒമേഗ എന്നെടുക്കുവാണ്. ദാറ്റ് ഒമേഗ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേറ്ററി സിസ്റ്റം. ഓക്കെ, അണ്ടർ ഡാംപ്ഡ് ഓസിലേറ്ററി സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസിയാണ് ഒമേഗ. ആൻഡ് ആ ഒമേഗയുടെ ഇക്വേഷൻ എന്തായിരുന്നു? റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കിട്ടും? ഐ ഒമേഗ എന്ന് കിട്ടൂലേ? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ എന്ന് കിട്ടൂലേ? എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ആദ്യൊരു മൈനസ് നമ്മൾ പുറത്തോട്ടെടുത്തു, ദെൻ റൂട്ട് -1 എന്ന് പറഞ്ഞാൽ ഐ ആണെന്ന് എടുത്തു, ദെൻ റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്നുള്ള ടേമിനെ നമ്മൾ ഒമേഗ എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ എന്നുള്ള ടേം എന്ത് കിട്ടി? ഐ ഒമേഗ എന്ന് കിട്ടിയല്ലോ. ഇനി നമ്മൾ ഇക്വേഷൻ എഴുതാൻ പോവാണ്. നമ്മുടെ സൊല്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു A1 ഇൻറ്റു ഇ റേസ് ടു റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി പ്ലസ് A2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി എന്ന് കിട്ടും. അതാണ് നമ്മുടെ സൊല്യൂഷൻ അല്ലേ? അതിന് നമ്മൾ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാൻ പോവാണ്? ഐ ഒമേഗ കൊടുക്കാൻ പോവാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു A1 ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ ടി പ്ലസ് A2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് കിട്ടും അല്ലേ? റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയറിനാണ് നമ്മൾ ഐ ഒമേഗ എന്ന് കൊടുത്തത്. So e raised to minus kt into a1 into e raised to I omega t plus a2 into e raised to minus I omega t എന്ന് കിട്ടുമല്ലോ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇത് നമ്മൾ മാത്സിൽ ഇത്തവണ പഠിക്കാൻ പോകുന്നതാണ്. നമ്മൾ ഈ എക്സ്പാൻഷൻ എനിക്ക് തോന്നുന്നു നമ്മൾ +2 പഠിച്ചിട്ടില്ല എന്ന്. ദെൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം ഇതങ്ങ് ജസ്റ്റ് പഠിച്ചു വെക്കുക. ദെൻ ഇതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ നമ്മൾ മാത്സിലാണ് പഠിക്കുക.
ഓക്കെ, ഇ റേസ് ടു ഐ എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് ആണ്. ഇ റേസ് ടു മൈനസ് ഐ എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ കോസ് എക്സ് മൈനസ് ഐ സൈൻ എക്സ് ആണ്. ഇത് ജസ്റ്റ് കാണാതെ പഠിച്ചു വെക്കുക. ഇതിൻ്റെ പ്രൂഫൊക്കെ നമ്മൾ മാത്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, ഇ റേസ് ടു ഐ എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ്. ദെൻ ഇ റേസ് ടു മൈനസ് ഐ എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് ഐ സൈൻ എക്സ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ ഈ എക്സ്പാൻഷൻ ഇ റേസ് ടു ഐ എക്സിന് പകരം ഇ റേസ് ടു ഐ ഒമേഗ ടി ആണ് നമ്മുടെ ഇതിനകത്തുള്ള ഇക്വേഷനകത്തുള്ളത്. അപ്പോൾ എക്സിന് പകരം ഒമേഗ ടി ആണ്. സോ കോസ് എക്സ് എന്നുള്ളിടത്ത് എന്ത് വരും? കോസ് ഒമേഗ ടി എന്ന് വരും. സൈൻ എക്സ് എന്നുള്ളിടത്ത് എന്ത് വരും? സൈൻ ഒമേഗ ടി എന്ന് വരും. ഇത് വെച്ച് നമ്മൾ ഈ ഇക്വേഷനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു എ വൺ ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ ടിക്ക് പകരം നമ്മൾ എന്ത് എഴുതും? കോസ് ഒമേഗ ടി പ്ലസ് ഐ സൈൻ ഒമേഗ ടി എന്ന് കിട്ടും അല്ലേ? പ്ലസ് എ ടു ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടിക്ക് പകരം നമ്മൾ എന്ത് എഴുതും? കോസ് ഒമേഗ ടി മൈനസ് ഐ സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ഓക്കെ, ദെൻ എക്സ് ഇസ് ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു സിംപ്ലി നമ്മൾ ബ്രാക്കറ്റ് എ വണ്ണിനെയും എ ടുവിനെയും ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. സോ ഫസ്റ്റ് ടേം എന്തായിരിക്കും? എ വൺ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ഐ ഇൻറ്റു എ വൺ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് എ ടു ഇൻറ്റു കോസ് ഒമേഗ ടി മൈനസ് ഐ ഇൻറ്റു എ ടു ഇൻറ്റു സൈൻ ഒമേഗ ടി അല്ലേ? ജസ്റ്റ് ബ്രാക്കറ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ് ആ സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയേ? എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു എ വൺ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ഐ ഇൻറ്റു എ വൺ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് എ ടു ഇൻറ്റു കോസ് ഒമേഗ ടി മൈനസ് ഐ ഇൻറ്റു എ ടു ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നോക്കിയേ ഒരു എ വൺ ഉണ്ട്, അതേപോലെ തന്നെ കോസ് ഒമേഗ ടി ഉണ്ട്, അതേപോലെ ഇതിനകത്തൊരു കോസ് ഒമേഗ ടി ഉണ്ട് അല്ലേ? കിട്ടിയോ? എവിടേക്കാണ് കോമൺ എന്ന് മനസ്സിലായോ? ഇവിടെ ഒരു കോസ് ഒമേഗ ടി ഉണ്ട്, തേർഡ് ടേമിലും ഒരു കോസ് ഒമേഗ ടി ഉണ്ട്. സോ നമ്മളതിനെ കോസ് ഒമേഗ ടീനെ പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, അതേപോലെ ഇവിടെ ഒരു ഐ സൈൻ ഒമേഗ ടി ഉണ്ട്, ഇവിടെയും ഐ സൈൻ ഒമേഗ ടി ഉണ്ട്. സോ അവിടുന്ന് രണ്ടതും നമ്മൾ ഐ സൈൻ ഒമേഗ ടി പുറത്തോട്ട് എടുക്കുവാണ്. So we will get the next step as x is equal to e raised to minus kt into cos omega t into cos omega t നെ പുറത്തോട്ട് എടുത്തു. ബാക്കി ഈ ടേമിൽ ഒരു a1 ഉണ്ടാകും, അതേപോലെ ഈ ടേമിൽ ഒരു a2 ഉണ്ടാകും അല്ലേ? a1 പ്ലസ് a2 പ്ലസ് ഐ സൈൻ ഒമേഗ ടി ഇൻറ്റു എന്താ ഇവിടെ ബാക്കി ഉണ്ടാവുക? ഒരു a1 ഉണ്ടാകും, മൈനസ് ഇവിടെ ഒരു a2 ഉണ്ടാകും അല്ലേ? ഇവിടെ ഒരു a1 ഉണ്ടാകും, ഇവിടെ ഒരു മൈനസ് a2 ഉണ്ടാകും. സോ സെക്കൻഡ് ടേം നമുക്ക് എങ്ങനെ കിട്ടും? പ്ലസ് ഐ സൈൻ ഒമേഗ ടി ഇൻറ്റു എ വൺ മൈനസ് എ ടു എന്ന് കിട്ടും. കിട്ടിയോ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയേ. ഇവിടെ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ഇൻറ്റു എ വൺ പ്ലസ് എ ടു പ്ലസ് ഐ സൈൻ ഒമേഗ ടി ഇൻറ്റു എ വൺ മൈനസ് എ ടു എന്ന് കിട്ടിയില്ലേ? ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും നമ്മൾ എ വൺ പ്ലസ് എ ടു എന്നുള്ളതിന് എ സീറോ സൈൻ ഫൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഐ ഇൻറ്റു എ വൺ മൈനസ് എ ടു എന്നുള്ളതിന് നമ്മൾ എ സീറോ കോസ് ഫൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എ വൺ പ്ലസ് എ ടു എന്നുള്ളതിന് നമ്മൾ എ സീറോ സൈൻ ഫൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ദെൻ എ വൺ മൈനസ് എ ടു എന്നുള്ളതിന് നമ്മൾ എ സീറോ കോസ് ഫൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, കിട്ടിയല്ലോ. എ വൺ പ്ലസ് എ ടുവിനും എ വൺ മൈനസ് ഐ ഇൻറ്റു എ വൺ മൈനസ് എ ടുവിനും നമ്മൾ എ സീറോ സൈൻ ഫൈ കോസ് ഫൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ നെക്സ്റ്റ് ഇക്വേഷനിൽ നമുക്ക് എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു കോസ് ഒമേഗ ടി അവിടെ ഉണ്ടല്ലേ? കോസ് ഒമേഗ ടി ഇൻറ്റു എ വൺ പ്ലസ് എ ടുവിൻ്റെ പകരം നമ്മൾ എന്ത് എഴുതും? എ സീറോ സൈൻ ഫൈ പ്ലസ് സൈൻ ഒമേഗ ടി അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഐ ഇൻറ്റു എ വൺ മൈനസ് എ ടുവിൻ്റെ പകരം നമ്മൾ എന്ത് എഴുതും? എ സീറോ കോസ് ഫൈ എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പ് എങ്ങനെയാണ് കിട്ടിയാൽ മനസ്സിലായോ? എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു കോസ് ഒമേഗ ടി എ സീറോ സൈൻ ഫൈ പ്ലസ് സൈൻ ഒമേഗ ടി എ സീറോ കോസ് ഫൈ എന്ന് കിട്ടും. ഓക്കെ, കിട്ടിയല്ലോ. ദെൻ
നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ A0 എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പിനകത്തും അതേപോലെ തന്നെ ഈ സ്റ്റെപ്പിനകത്തും കോമൺ ആണ്. സോ നമ്മൾ ആ A0നെ ടേക്കിംഗ് ഔട്ട് സൈഡ് എക്സ് ഇസ് ഈക്വൽ ടു A0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു കോസ് ഒമേഗ ടി സൈൻ ഫൈ പ്ലസ് സൈൻ ഒമേഗ ടി കോസ് ഫൈ എന്ന് കിട്ടും അല്ലേ അല്ലേ കോസ് എ സൈൻ ബി പ്ലസ് സൈൻ എ കോസ് ബി എന്തായിരുന്നു? നമ്മൾ പ്ലസ് ടുവിൽ ട്രിഗണോമെട്രിക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ കോസ് എ സൈൻ ബി പ്ലസ് സൈൻ എ കോസ് ബി എന്തായിരുന്നു? സൈൻ എ പ്ലസ് ബി. ഇവിടെ എക്ക് പകരം എന്താ? ഒമേഗ ടി ആൻഡ് ബിക്ക് പകരം എന്താ? ഫൈ. സോ വി ക്യാൻ റൈറ്റ് കോസ് ഒമേഗ ടി സൈൻ ഫൈ പ്ലസ് സൈൻ ഒമേഗ ടി കോസ് ഫൈ എന്നുള്ളതിന് എന്ത് എഴുതാൻ പറ്റും? സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് എഴുതിക്കൂടെ? അപ്പം നമുക്ക് ഇക്വേഷൻ കിട്ടി എക്സ് ഇസ് ഈക്വൽ ടു A0 ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് കിട്ടി. This is the final equation of displacement of under damped oscillatory system. Okay. ഇതിൽ A0 ഇ റേസ് ടു മൈനസ് കെ ടി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്, ഫൈ എന്ന് പറയുന്നത് ഫേസ് ആംഗിൾ ആണ്, ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ആണ്. ആ ഓസിലേറ്ററി സിസ്റ്റം ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് ഒമേഗ. ഓക്കെ. അപ്പോൾ ഡാമ്പിംഗ് ഫോഴ്സുകൾ കാരണം നമുക്ക് എന്തൊക്കെ മാറ്റം ആ ഓസിലേറ്ററി സിസ്റ്റത്തിന് സംഭവിച്ചേ? ഒന്ന്, അതിൻ്റെ ഫ്രീക്വൻസി, ദ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം ഡിക്രീസസ് അല്ലേ? ഇപ്പം നാച്ചുറൽ ആംഗുലർ ഫ്രീ ഓസിലേഷൻ്റെ കേസിൽ അല്ലെങ്കിൽ ഡാമ്പിംഗ് ഇല്ലാത്ത കേസിലുള്ള ഫ്രീക്വൻസി എന്തായിരുന്നു? ഒമേഗ 0 ആയിരുന്നു. ഡാമ്പിംഗ് ഉള്ളപ്പോഴുള്ള ഫ്രീക്വൻസി എന്താ? ഒമേഗയാണല്ലേ? ഒമേഗ 0നേക്കാളും കുറവല്ലേ? സിൻസ് ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആയതുകൊണ്ട് ഒമേഗ 0നേക്കാളും എപ്പോഴും ചെറുതായിരിക്കത്തില്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് ഡ്യൂ ടു ഡാമ്പിംഗ് ദ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം ഡിക്രീസസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതൊരു മാറ്റമാണ് അല്ലേ? ദെൻ രണ്ടാമത്തെ മാറ്റം എന്താ? ദ ടൈം പീരീഡ് ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ്. ആ സിസ്റ്റത്തിൻ്റെ ടൈം പീരീഡ് ഇൻക്രീസ് ആവും, കൂടും അല്ലേ? ദെൻ ടി ഈക്വൽ ടു 2π ബൈ ഒമേഗ എന്നാണ് നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ബൈ റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? അപ്പം നമുക്ക് എന്താ കിട്ടുക? ഒമേഗ 0നേക്കാളും ചെറുതല്ലേ? അപ്പം ഡിനോമിനേറ്ററിലുള്ള വാല്യൂ ചെറുതായിരിക്കത്തില്ലേ? സോ നമുക്ക് എന്ത് കിട്ടും? ന്യൂമറേറ്റർ ആ വാല്യൂ എന്ന് പറയുന്നത് 2π ബൈ റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് പറയുന്നത് വലിയൊരു നമ്പർ ആയിരിക്കത്തില്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് ദ പീരീഡ് ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ്. അപ്പോൾ ഡാമ്പിംഗ് കാരണം രണ്ട് മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം ഡിക്രീസസ്. രണ്ടാമത്തത്, പീരീഡ് ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ്. ഓക്കെ, ആ ഇക്വേഷൻ പഠിച്ചു വെക്കണം, പ്രോബ്ലം ചെയ്യാനുണ്ടാകും. ഓക്കെ, ദെൻ ഇത്രയാണ്. ഇനി നമ്മൾ ഇതിൽ ടിക്ക് ഡിഫറെൻറ്റ് വാല്യൂ കൊടുത്തിട്ട് ഈ ഇക്വേഷനിൽ ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു A0 ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്നുള്ള ഇക്വേഷനിൽ ടിക്ക് ഡിഫറെൻറ്റ് വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ഗ്രാഫ് വരച്ചാൽ വി വിൽ ഗെറ്റ് ദ ഗ്രാഫ് ലൈക്ക് ദീസ്. ഇതേപോലെയാണ് കിട്ടുക. എക്സ് ആക്സിസിൽ ടി കൊടുത്തു, വൈ ആക്സിസിൽ എക്സ് കൊടുത്തു. ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വന്നിട്ട് എന്ത് ചെയ്യും? ഫൈനലി സ്റ്റോപ്പ് ആവും. ഓക്കെ, ഇതാണല്ലോ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ. സോ അണ്ടർ ഡാംപ്ഡ് കേസാണ്. ഇറ്റ് ഈസ് എ ഓസിലേറ്ററി മോഷൻ. നമ്മൾ സാധാരണ കാണുന്ന ഓസിലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ ഡാംപ്ഡ് ഓസിലേറ്ററി സിസ്റ്റമാണ്. ഓക്കെ, കിട്ടിയോ? കുറച്ച് ടഫാണ്, നോക്കിയിട്ട് പഠിച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.